കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുഹൃദയ വണക്കമാസം 29-ാം ദിവസം. ഈശോയുടെ ദിവ്യഹൃദയവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും. ദേവപുത്രനായ ഈശോ പൗരോഹിത്യമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച ദിനം സ്നേഹത്തിന്റെ ദിനമെന്ന് ത്രേസ്യ പുണ്യവതി പറഞ്ഞു വന്നിരുന്നു. ഈ ദിവ്യകൂദാശ സ്ഥാപിച്ച വിധം തന്നെ എപ്രകാരമാണെന്ന് നോക്കുക. മാധുര്യം നിറഞ്ഞ ഈശോ തന്റെ പീഡാനുഭവത്തിന്റെ തലേദിവസം ശിഷ്യരുടെ കാലുകളെ കഴുകി അവരോടുകൂടെ മേശയ്ക്കിരിക്കുന്നു. അപ്പോൾ തന്നെ ദിവ്യഹൃദയവും മുഖവും സ്നേഹത്താൽ ജ്വലിച്ചു. തന്റെ തൃക്കണ്ണുകളെ ആകാശത്തേക്ക് ഉയർത്തി അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ, എന്തുകൊണ്ടെന്നാൽ ഇത് എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ കാസയും എടുത്ത് ഉപകാരസ്മരണ ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നതായത്, ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും കുടിപ്പിൻ, എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തം ഇതാകുന്നു. ദിവ്യഹൃദയ ഭക്തരായ ആത്മാക്കളെ, മാധുര്യം നിറഞ്ഞ ഈശോയുടെ വചനങ്ങളെ കേൾക്കുന്നില്ലയോ? ഈ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ഇണക്കങ്ങളെയും നിങ്ങൾ ഈ ദിവ്യവചനങ്ങളിൽ നിന്നും അറിയുന്നില്ലയോ? നാം ഈശോയുടെ പക്കൽ ഇടവിടാതെ ചെല്ലുന്നതിനും തന്റെ തിരുശരീര രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതും മാത്രമേ ഈ ദിവ്യകൂദാശയിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് മാത്രമല്ല, തന്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യായുസ്സ് വാഗ്ദാനം ചെയ്യുകയും അപ്രകാരം ചെയ്യാത്തവരെ നിത്യഭാഗ്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും തന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആയുസ്സുണ്ടാവുകയില്ല. എന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാവും എന്ന് രക്ഷകൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. മിശിഹായുടെ അനന്തമായ ആഗ്രഹത്തെ പൈത്രോസ് സുനഹേതോസിൽ കൂടിയിരിക്കുന്ന പിതാക്കന്മാർ ഗ്രഹിച്ച് വിശ്വാസികൾ ദിനം പ്രതി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണമെന്ന് ഉപദേശിക്കുന്നു. വിശുദ്ധ മറിയം മാർഗരീത്തമ്മ പറയുന്നതായത്, വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നു. മിശിഹായുടെ തിരുശരീരത്തെ കൈക്കൊള്ളുവാൻ തീയിൽ കൂടെ കടക്കണമെന്നായിരുന്നാലും നല്ല മനസ്സോടെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ അനന്തമായ നന്മയ്ക്ക് എനിക്ക് പോയി പോകുന്നതിനേക്കാൾ സകല സങ്കടങ്ങളും അനുഭവിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു. മഹാത്മാവായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തത്സംബന്ധമായി പറഞ്ഞിട്ടുള്ളതാണ് താഴെ കാണുന്നത്. നല്ലവർ നശിച്ചു പോകാതിരിക്കാനും പാപികൾ മനസ്സു തിരിയുന്നതിനും വൈദിക വൃത്തിയിൽ ഉൾപ്പെട്ട് ഇരിക്കുന്നവർ ഇതിൽ ഉത്സാഹമുള്ളവരായി തീരുന്നതിനും സന്യാസികൾ അവരുടെ അന്തസ്സിന് നിലനിൽക്കുന്നതിനും രോഗികൾ ആരോഗ്യം പ്രാപിക്കുന്നതിനും വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് അവരുടെ കടമകളെ ശരിയായി നിറവേറ്റുന്നതിനും വിശുദ്ധ കുർബാനയുടെ സ്വീകരണം ഉത്തമമായ പോംവഴിയായിരിക്കുന്നു. മിശിഹ 7 കൂദാശകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6 കൂദാശകളിലും തന്റെ അനുഗ്രഹങ്ങൾ ഭാഗികമായിട്ടേ കൊടുക്കുന്നുള്ളൂ. വിശുദ്ധ കുർബാനയിലാകട്ടെ തന്നെ മുഴുവനായി കൊടുക്കുന്നു. ഇവയിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മുടെ നേരെയുള്ള അനന്തമായ സ്നേഹത്തെ കാണിക്കുവാനാണ് മിശിഹ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്നതും ഈ ദിവ്യ കൂദാശ വഴിയായി തന്നെ മുഴുവനും നമുക്ക് തന്ന് നമ്മിൽ ഇടവിടാതെ വസിച്ച് അവസാനം നിത്യഭാഗ്യത്തിൽ നമ്മെ ചേർക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാകുന്നു. അതിനാൽ ഭക്തിയുള്ള ആത്മാക്കളെ, ദിവ്യരക്ഷിതാവായ ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങളിൽ പൂർത്തിയാകുവാൻ കഴിവ് പോലെ അടുത്തടുത്ത് നിത്യായുസിന്റെ അപ്പമായിരിക്കുന്ന ഈശോയുടെ തിരുശരീരത്തിന്റെ ഭക്തിയോടും വിശ്വാസത്തോടും എളിമയോടും കൂടെ ഉൾക്കൊള്ളുന്നതിന് താൽപ്പര്യപ്പെട്ടുകൊള്ളുവിൻ. വ്യാകുലതകളാലും വ്യാധി മുതലായവകളാലും നിങ്ങൾ വലയുമ്പോൾ സമാധാനവും ആശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൽ ഇടവിടാതെ മുട്ടിക്കൊണ്ടിരിപ്പീൻ. ജപം. പരിശുദ്ധ കുർബാനയിൽ എൻ്റെ സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയവരനെ, മാലാഖമാരുടെ ദിവ്യഭോജനമേ, മോക്ഷവാസികളിലെ സന്തോഷമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറയിപ്പിക്കാൻ സാധിക്കും? ഈ ദിവ്യകൂദാശയിൽ അങ്ങേ മഹിമിക്കത്തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും? പരമപിതാവായ ഈശോയെ, അങ്ങേ അർദ്ധിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ. എപ്പോഴും
അങ്ങേ തിരുശരീരത്തെ യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തി തരണമേ. മാധുര്യം നിറഞ്ഞ ഈശോയെ, എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ. എൻ്റെ അന്ത്യഭോജനം ആയുസിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ, അങ്ങ് തന്നെ എനിക്കതിന് ഇടവരുത്തി തരണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു തന്നറിയണമേ. അങ്ങയുടെ പരമപിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യസഭയറിന് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങൊഴിയെ ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സ്വർഗസ്നാനിയുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിട്ടുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുകൃത ജപം. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. സൽക്രിയ. പരിശുദ്ധ കുർബാനയിൽ ഈശോമിശോയുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ദന അപമാനങ്ങൾക്ക് പരിഹാരമായി കുമ്പസാരിച്ച് കൈക്കൊള്ളുക. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലൈക്കണും കൂടി ചെയ്യണമേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ഈശോ നാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ആമേൻ.